ആദീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടല്ലോ ഒരു ചിക്കൻ കറി കേട്ടോ വെക്കുന്നത്. ഞാൻ മക്കൾക്ക് വെച്ച് കൊടുക്കുന്ന രീതിക്കാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഞാൻ പപ്പടം കാച്ചി വെച്ചിരുന്ന വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ ഞാനതാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇതാ ഞാൻ ചിക്കനൊക്കെ രാവിലെ തന്നെ ഞാനത് ഉപ്പും മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായി തിരുമ്പി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് പാനിലേക്കൊന്ന് ഞാൻ വറുത്തിട്ടാട്ടോ കറി വെക്കുന്നത്. അപ്പോൾ ഞാൻ അധികം ഞാൻ ചിക്കൻ ഇങ്ങനെ വറുത്തിട്ടാണ് ഇവിടെ കറി വെക്കുന്നത്. ഇതിപ്പോൾ കറി എന്ന് പറയാൻ വയ്യ, നല്ല കുറച്ച് ഡ്രൈ ആയിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. നന്നായി കറി പോലെ ഉണ്ടാക്കുന്നില്ല ഞാൻ. കാരണം എന്താ വെച്ചാൽ ഇപ്പം വൈകുന്നേരം ആയാലും കുട്ടികൾക്ക് ബ്രെഡ് എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ ഓരത് ബാക്കിയുണ്ടെങ്കിൽ കൂട്ടി കഴിച്ചോളൂ കേട്ടോ. നമ്മളെന്തായാലും ഒരു പച്ചക്കറി വെക്കുന്നത്. അന്ന് ഞാൻ സാമ്പാറായിരുന്നു വെച്ചിരുന്നത്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗം വല്ലാണ്ട് നന്നായി അങ്ങോട്ട് മൊരിച്ചെടുക്കുന്നൊന്നുമില്ല. ഒരു ഭാഗം ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ തിരിച്ചൊന്ന് മറിച്ച് ഇട്ടെടുത്തുകൊണ്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇടാൻ പോകുമ്പോഴായിരുന്നു മോൻ അവിടെ നിന്ന് കുരുത്തക്കേട് ചെയ്യുന്നുണ്ട് കേട്ടോ. മോളായിട്ട് അടിയിടും, നന്നായി അടിയിടും രണ്ടാളും കൂടി. അപ്പോൾ ആ ഓരോരുത്തേക്ക് ഒന്ന് പോയി നോക്കി. അങ്ങനെ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ ആ പാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കുന്നത്. ഞാൻ ഉള്ളിയൊക്കെ ഞാനുണ്ടല്ലോ ചോപ്പറിലിട്ട് കട്ട് ചെയ്ത് വെച്ചതാട്ടോ. നമ്മൾ നീളത്തിൽ കട്ട് ചെയ്താലേ ഇവരിത് പെറുക്കി വെക്കാൻ നിൽക്കും. നന്നായി കൂട്ടൂല. ഈ ചോപ്പറിലാകുമ്പോൾ നന്നായി ചെറുതായിട്ട് കിട്ടില്ല. അപ്പം ഞാൻ ചോപ്പറിലിട്ട് കട്ട് ചെയ്ത് വെച്ചതാട്ടോ. അതിലേക്ക് ഞാനിതാ കുറച്ച് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു. അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കറിവേപ്പിൻ്റെ എല്ലാം കയ്യിലിട്ടിട്ടുണ്ട് കേട്ടോ. ഞാനതൊന്ന് വഴണ്ട് വന്നപ്പോൾ ഞാൻ അടച്ച് വെച്ചിരുന്നു കേട്ടോ. കാരണം അടച്ച് വെച്ച പെട്ടെന്ന് അത് ഒരു സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ. അത് ഉപ്പിട്ടതിൻ്റെ ശേഷം അടച്ചൊന്ന് വെച്ചിരുന്നു. അങ്ങനെ ഒന്ന് നന്നായി വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് തക്കാളിൻ്റെ അടുത്തുണ്ടായിരുന്ന തക്കാളിൻ്റെ എല്ലാം ഒരു പച്ച എന്ന് പറഞ്ഞാൽ നന്നായി പഴുത്തതല്ല കേട്ടോ, കുറച്ച് നല്ല പഴുത്ത തക്കാളി കേട്ടോ നല്ലത്. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് ഞാൻ ഒന്നും കൂടി തക്കാളിയൊക്കെ ഇട്ടുകൊണ്ട് അടച്ച് വെച്ചാൽ പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടാണ് അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തത്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് നമ്മൾ ആദ്യം ഉള്ളി വാട്ടാൻ ഇട്ടതുണ്ടല്ലോ, അതിലേക്ക് ഞാൻ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുള്ളൂ. അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തീയൊന്ന് ഞാൻ കുറച്ച് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഉപ്പൊക്കെ നോക്കി. അപ്പം ഉപ്പൊന്നും വലിയ കുഴപ്പമില്ല. നമ്മൾ വറുത്ത് വെച്ച ചിക്കന് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്, നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കന് നമ്മൾ കൂടുതൽ കുക്കാവാനും അങ്ങനെ ഒന്നും നിൽക്കണ്ട. കാരണം നമ്മളത് വറുത്തെടുത്തതല്ലേ, അപ്പം പിന്നെ അധികം വേവാനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാനത് തുറന്ന് ഒന്നും കൂടി മിക്സൊക്കെ ആക്കി കൊടുത്തു. 1-2 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ടുള്ളൂ കേട്ടോ. അടച്ചു വെച്ചു അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇട്ട് കൊടുത്തൊന്ന് അടച്ചു വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.